त्रिशूलं कराभ्यं ददानं पदाम्भोजनं रायकामं ददानम् बलिवर्तमानं सुरानं प्रदानं शिवं शङ्करं शम्भुमीशानमीडे. ഇവിടെ വന്നപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷം. ഭഗവാന്റെ എന്താ പറയുക, ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത് പോലെ പാർവതി, പിന്നെ എന്താ പറയുക, ഗണപതികൾ തന്നെ പലതരം പേരിൽ അറിയപ്പെടുന്ന ശിവനും പാർവതിയും എല്ലാം അറിയപ്പെടുന്ന ഒരു അമ്പലം എനിക്ക് പറഞ്ഞറിയിക്കാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഊർജം കൂടുതൽ എനിക്ക് കിട്ടി എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പാലക്കാട്ടിൽ നിന്ന് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ അമ്പലത്തിലേക്ക് ഭഗവാനെ ഞാൻ തീർച്ചയായിട്ടും, പാലക്കാട് കൽപ്പാത്തിയിലാണ് എൻ്റെ വീട്. ഞങ്ങളവിടുന്ന് എന്തായാലും ഇവിടേക്ക് എല്ലാവരെയും അറിയിച്ചിട്ട് ഞാനൊരു ടൂറ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഭഗവാനെ ഞാൻ കാണാൻ വരുന്നതാണ്. എനിക്ക് അത്രയും സന്തോഷമുണ്ട് ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ. എവിടെ നിന്നില്ലാത്തൊരു ഊർജം. ആദ്യം ഞാനൊരു ഭഗവാന്റെ ആ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്ര വലിയ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റും. त्रिशूलं कराभ्यं ददानं पदाम्भोजनं रायकामं ददानम् बलिवर्तमानं सुरानं प्रदानं शिवं शङ्करं शम्भुमीशानमीडे.